DCB മീഡിയയിലേക്ക് സ്വാഗതം. മെയ് 27-ാം തീയതി മുതൽ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യത്തെ അറിയിപ്പ്, ഇനി കേവലം 5 ദിവസം കൂടിയാണ് മെയ് മാസത്തെ റേഷൻ വിതരണമുള്ളത്. അവസാന ദിനങ്ങളാകുമ്പോൾ തിരക്ക് കൂടുകയും സെർവർ തകരാറിലായി റേഷൻ വിതരണം തടസ്സപ്പെടുകയും ചെയ്യുന്നത് മിക്ക മാസങ്ങളിലും പതിവാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ അതിൽ വരുന്ന OTP നൽകി റേഷൻ വാങ്ങുവാൻ സാധിക്കുന്നതിനാൽ കാർഡുമായി ലിങ്ക് ചെയ്ത ഫോൺ കൂടി കരുതുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ 2 മാസങ്ങളായി ഒരു റേഷൻ വിഹിതവും വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകാർ ശ്രദ്ധിക്കേണ്ടത്, തുടർച്ചയായി 3 മാസം ഒരു റേഷൻ വിഹിതവും വാങ്ങാത്തവരെ വെള്ളക്കാർഡിലേക്ക് തരം മാറ്റുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഉഷ്ണതരംഗം കണക്കിലെടുത്ത് മെയ് ആദ്യ ആഴ്ചകളിൽ നടപ്പിൽ വരുത്തിയ റേഷൻ കട സമയമാറ്റം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ പഴയതുപോലെ തന്നെ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ 7 മണി വരെയും റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതാണ്. മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് സെർവർ തകരാർ മൂലം നിർത്തിവെച്ചിരുന്ന AAY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡുകാരുടെ മസ്റ്ററിംഗ് ലോക്സഭാ ഇലക്ഷൻ വോട്ടെണ്ണൽ നടക്കുന്ന ജൂൺ 4-നും അതിനുശേഷം പുതിയ കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വരുന്നതും കഴിഞ്ഞേ ആരംഭിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റ് സംസ്ഥാനങ്ങളിൽ പൂർത്തീകരിച്ച റേഷൻ കാർഡ് KYC അപ്ഡേഷൻ മസ്റ്ററിംഗ് കേരളത്തിൽ 20% പേർ മാത്രമാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. തുടർച്ചയായി സെർവർ തകരാർ വന്നതിനെ തുടർന്ന് മാർച്ച് മാസത്തിൽ കാർഡ് മസ്റ്ററിംഗ് നിർത്തുകയായിരുന്നു. മറ്റൊരറിയിപ്പ്, സംസ്ഥാനത്ത് ഇപ്പോൾ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 വരെ 52 ദിവസം ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ട്രോളിംഗ് നിരോധന കാലയളവിൽ ട്രോളിംഗ് ബോട്ടിൽ തൊഴിലെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും അവയെ ആശ്രയിച്ച് ഉപജീവനം കണ്ടെത്തുന്ന അനുബന്ധ തൊഴിലാളികൾക്കും സൗജന്യ റേഷൻ അനുവദിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചിട്ടുണ്ട്. ജൂൺ ആദ്യത്തിൽ തന്നെ ഇതിന്റെ വിശദവിവരങ്ങൾ എത്തുന്നതാണ്. ഇപ്പോൾ പുഴുക്കലരി, പച്ചരി, മട്ട അരി എന്നിവയെല്ലാം മിക്ക റേഷൻ കടകളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. മെയ് മാസത്തിൽ വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടുന്ന കാർഡുകൾക്ക് 20 കിലോ പുഴുക്കലരിയും 10 കിലോ പച്ചരിയും ഉൾപ്പെടെ 30 കിലോ അരിയാണ് ലഭിക്കുക. മട്ട അരി മഞ്ഞ റേഷൻ കാർഡിനില്ല. 3 കിലോ ഗോതമ്പും ലഭിക്കും. ഇതെല്ലാം സൗജന്യമാണ്. കൂടാതെ 2 കിലോ ആട്ട 7 രൂപ നിരക്കിൽ ലഭിക്കും. വേരിയേഷൻ പോളിസിയിൽ ഉൾപ്പെടാത്ത താലൂക്കുകളിൽ അരിയുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പിങ്ക് റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുന്നത്. ഇതിൽ ആദ്യത്തെ 3 കിലോ ഗോതമ്പിന് പകരം 3 പാക്കറ്റ് ആട്ടയാണ് ലഭിക്കുക. അതിനാൽ കാർഡിൽ 3 അംഗങ്ങൾ അല്ലെങ്കിൽ അതിൽ താഴെയുള്ളവർക്ക് ഗോതമ്പ് ലഭിക്കില്ല, ആട്ട മാത്രമാണ് ലഭിക്കുക. അതിന് 9 രൂപ വീതം നൽകണം. ഓരോരുത്തർക്കും ലഭിക്കുന്ന അരിയിൽ 2 കിലോ പുഴുക്കലരിയും 1 കിലോ പച്ചരിയും 1 കിലോ മട്ട അരിയുമായിരിക്കും ഭൂരിഭാഗം താലൂക്കുകളിലെയും റേഷൻ കടകളിൽ നൽകുക. നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും ലഭിക്കുന്ന 2 കിലോ അരിയിൽ 1 കിലോ പുഴുക്കലരിയും 1 കിലോ പച്ചരിയുമായിരിക്കും. 4 കിലോ സ്പെഷ്യൽ അരി ഈ മാസവും നീല റേഷൻ കാർഡിനുണ്ട്. വെള്ള റേഷൻ കാർഡിന് 5 കിലോ അരിയാണ് മൊത്തം ലഭിക്കുന്നത്. അതിൽ 3 കിലോ പുഴുക്കലരിയും 2 കിലോ പച്ചരിയുമായിരിക്കും ഉണ്ടാവുക. സംസ്ഥാനത്ത് അരിവിഹിതം കുറവായ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് ആശ്വാസമായിരുന്നു ഇലക്ഷന് മുൻപ് സജീവമായിരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് റൈസ് വിതരണവും അതുപോലെ കേരള സർക്കാരിൻ്റെ സപ്ലൈകോ വഴിയുള്ള റൈസ് വിതരണവും. ഗുണമേന്മയുള്ള പച്ചരിയാണ് 29 രൂപ നിരക്കിൽ ഒരാൾക്ക് 10 കിലോ വരെ ഭാരത് റൈസായി നൽകി വന്നിരുന്നത്. NCCF കേന്ദ്രീയ ഭണ്ഡാർ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി ഇപ്പോഴും ഭാരത് റൈസും ഭാരത് ആട്ടയും ലഭിക്കുന്നുണ്ട്. എന്നാൽ വാഹനങ്ങളിൽ ടൗണുകളിൽ എത്തിച്ചുള്ള വിൽപ്പന ഇപ്പോൾ അപൂർവമാണ്. ചില റെയിൽവേ സ്റ്റേഷനുകൾക്ക് സമീപം പ്രത്യേകം കൗണ്ടർ സജ്ജീകരിച്ച് അതിലൂടെയും ഇനി മുതൽ ഭാരതരിയുടെ വിൽപ്പന നടത്തുവാൻ പോവുകയാണ്. ഭാരതരി റിലയൻസ് സ്റ്റോറുകൾ വഴിയും ജിയോയുടെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകൾ വഴിയും ലഭ്യമാണ്. സപ്ലൈകോ വഴിയുള്ള റൈസ് ജയ അരിയാണെങ്കിൽ 29 രൂപയ്ക്കും കുറുവ മട്ട അരിയാണെങ്കിൽ 30 രൂപയ്ക്കുമാണ് കാർഡുടമകൾക്ക് നൽകി വരുന്നത്. 5 കിലോയാണ് റേഷൻ കാർഡിന് ഒരു മാസം ലഭിക്കുക. റേഷൻ കാർഡ് ഉടമകൾക്ക് സപ്ലൈകോ വഴി നേരത്തെ ലഭിച്ചുകൊണ്ടിരുന്ന 10 കിലോ സബ്സിഡി അരിയിൽ 5 കിലോ റൈസായി നൽകുന്നു. മറ്റൊരു 5 കിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും വാങ്ങാം. ഇപ്പോൾ സ്റ്റോക്കുള്ള സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും മാത്രമേ ഇവ ലഭിക്കുന്നുള്ളൂ. അടുത്ത മാസം മുതൽ കൂടുതൽ സ്റ്റോക്ക് എത്തിക്കുമെന്നാണ് സപ്ലൈകോ പറയുന്നത്. മറ്റുള്ളവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.